ഇസ്രായേൽ റാഫ, അതായത് സതേൺ പാർട്ട് ഓഫ് ഗാസയുടെ ഭാഗം പിടിക്കുമോ ഇല്ല, ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഗ്ലോബൽ മീഡിയ, ഇസ്രായേലി മീഡിയ, അമേരിക്കൻ മീഡിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ ഒപ്പീനിയൻ പുറത്തു വരുന്നത്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് ഒലച്ചിലുണ്ടായിട്ടുണ്ട്. അമേരിക്ക പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഗാസയുടെ സതേൺ സൈഡായ റഫ സിറ്റി പിടിക്കുന്നതിനെ എതിർക്കുകയാണ്. ജോ ബൈഡൻ തന്നെ കടുത്ത നിലപാടാണ് ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ അമേരിക്കൻ സെനറ്റിൽ ഇവർക്ക് ഇത്ര ബില്യൺ, 3 ബില്യണോളം ഡോളറിനുള്ള വെപ്പൺസ് കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. പക്ഷെ അതിൻ്റെ ഷിപ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തു. അതായത് റാഫ ഒരിക്കലും ഇസ്രായേൽ പിടിക്കരുത്, അവിടെ ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാകും, സിവിലിയൻസും കൊല്ലപ്പെടും. ഇതൊക്കെയാണ് അമേരിക്കൻ വാദം. ഇതിനെ ഇപ്പോൾ ഭരിക്കുന്ന ഇസ്രായേലി വാർ ക്യാബിനറ്റും ഇസ്രായേലി പ്രധാനമന്ത്രിയും അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഗാസയുടെ ഈ റഫ ആ മേഖലയിൽ നിന്നും കിഴക്കൻ ഭാഗത്ത്, ഈസ്റ്റേൺ ഭാഗത്ത് ഏകദേശം 3 ലക്ഷത്തോളം പേരെ പാലസ്റ്റീൻകാരെ തിരിച്ചിങ്ങോട്ട് നോർത്തേൺ സൈഡിലോട്ട് ഇവരെ മാറ്റി. അത് ഇസ്രായേലി സേന അവർക്ക് കൊടുത്ത വാണിങ്ങിൻ്റെ പേരിലാണ്. അതേപോലെ ടാങ്ക്സ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പറയുന്നത് അവർക്ക് 2 ആഴ്ച സമയം വേണം ഈ റഫ പിടിക്കുവാൻ വേണ്ടി. അത് അവർക്ക് പിടിച്ചേ മതി. അതൊരു പറയുന്നതിൻ്റെ ന്യായീകരണം ഇന്നത്തെ ഇന്നലെ 2-3 ദിവസം കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പം അമേരിക്ക വെപ്പൺസ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞൊരു സംഭവമുണ്ട്, പോയിന്റ് ഉണ്ട്. ഫിംഗർ നെയിൽസ് ഉപയോഗിച്ച് ഞങ്ങൾ വാർ ചെയ്യും. ഇപ്പോൾ ആരുടെയും പിന്തുണയില്ലെങ്കിലും സ്വന്തമായി വാർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പണ്ടും ചെയ്തിട്ടുണ്ട്, 3 രാജ്യങ്ങൾക്കെതിരെയും ചെയ്തിട്ടുണ്ട്, മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങൾ ഇങ്ങോട്ടാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വാറിലോട്ട് ഇടപെട്ടിരിക്കുന്നത്. അതേപോലെ പത്രങ്ങളും ഈ ഇസ്രായേലി ക്യാബിനറ്റിനെ കോട്ട് ചെയ്ത് പത്രങ്ങളിൽ വരുന്ന വാർത്ത, ഇസ്രായേലി പത്രങ്ങളിൽ വരുന്ന വാർത്ത, അതിനകത്ത് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ വളരെ നിർണായകമാണ്. ഇപ്പം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കൊണ്ട് ബോംബിടുന്നു, അവിടെ പോകുന്നു, പട്ടാളത്തെ ഇറക്കുന്നു. അവരാ വാറ് നാറ്റോ സഖ്യത്തെ ഉൾപ്പെടെയാണ് അവിടെ കൊണ്ടുപോയത്. ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പറയുന്നു ആ വാറിൽ നിന്നും പിന്മാറുകയാണ്. ഈ പോയ നാറ്റോ രാജ്യങ്ങൾ, ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ ആ തീരുമാനത്തെ എതിർത്തു. പക്ഷേ എന്നിട്ടും അമേരിക്കയുടെ കൂടെ നിന്നു. അവർ ആ രാജ്യത്തു നിന്നും പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്തു. അവിടെ അമേരിക്കയ്ക്ക് അവിടെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പൊളിറ്റിക്കലി അവിടെ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു കൂലിപ്പട്ടാളം പോലും പട്ടാളത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പട്ടാളത്തിൽ ജോയിൻ ചെയ്തവരെല്ലാം അവിടെ ഉണ്ടായിരുന്ന താലിബാനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ഫ്ലോപ്പായി പോയി ഈ അഫ്ഗാനിസ്ഥാൻ ഓപ്പറേഷൻ. അമേരിക്കയ്ക്ക് ഏകദേശം $3 ട്രില്യൺ നഷ്ടമാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായത്. പാകിസ്ഥാനിൽ പോയി അബോട്ടാബാദ്, അത് അമേരിക്കയുടെ തീരുമാനമാണ്. അവർ പോയി ഒസാമ ബിൻ ലാഡനെ അവരുടെ സഖ്യരാജ്യത്ത് കയറി ആ രാജ്യത്തിൻ്റെ പട്ടാള ക്യാമ്പിൽ കയറി പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ ഇറാഖ് അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും അമേരിക്ക ഇടപെട്ടത് ഇൻവേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിനെയൊക്കെ അമേരിക്കയ്ക്ക് ന്യായീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒക്ടോബർ 7 ഹമാസ് എന്ന് പറഞ്ഞൊരു ടെറർ ഗ്രൂപ്പ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് കയറി 1200ഓളം പേരെ കൊല്ലുന്നു, 200ലധികം പേരെ ഹോസ്റ്റേജസ് ആയിട്ട് എടുക്കുന്നു? അപ്പോൾ ഹമാസിനെ തീർക്കുക, അതായത് ഒരു ജിഹാദി ടെറർ ഗ്രൂപ്പിനെ തീർക്കുക എന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതാണ് ആ വാർത്തകളൊക്കെ പറയുന്നത്. ഇത് ഇസ്രായേലി നേതാക്കന്മാരെ കോട്ട് ചെയ്താണ് പറയുന്നത്. ഈ ഹനിയ എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി നേതാവ് എന്ന് പറയുന്ന ആൾ റഫായിലാണ് താമസിക്കുന്നത്. എന്തുകൊണ്ട് അമേരിക്ക ഇവരെ എതിർക്കുന്നു, ഇസ്രായേൽ അവിടെ കയറി പിടിക്കാൻ വേണ്ടി? അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വേറെ വാർത്ത, ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. കാരണം അവരുടെ ഡമാസ്കസിൽ അവരുടെ
എംബസി ക്യാമ്പസിനകത്ത് അവിടുത്തെ പട്ടാള മേധാവി പോയി ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെയും സഹായിക്കാനുള്ള ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോഡ് ഫോഴ്സിൻ്റെ നേതാവിനെ കമാൻഡറെ ഇവർ തട്ടിക്കളയുന്നത്. ഇവർ F-35 ഫ്ലൈറ്റ് പോയിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരത്തിൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇസ്രായേലിലോട്ട് ഏകദേശം 300-ലധികം ഡ്രോൺസും മിസൈലും ഒക്കെ വിട്ട സമയത്ത് ഇസ്രായേൽ പ്രിപ്പയർഡായിരുന്നു ഏകദേശം 3000-ഓളം ഡ്രോൺസും മിസൈലും ഇറാനിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ തടയാമെന്ന രീതിയിൽ. പക്ഷെ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും സഹായിച്ചു. പക്ഷേ ഇസ്രായേൽ വെൽ പ്രിപ്പയർഡായിരുന്നു ഇതിനെ നേരിടാൻ. കാരണം 300 3000-ഓളം ഇതേപോലെയുള്ള വെപ്പൺസ് ഫയർ ചെയ്താൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. പക്ഷേ ഇസ്രായേലിൻ്റെ പരമാധികാരമായിരുന്നു ഇവരെ അറ്റാക്ക് ചെയ്ത രാജ്യത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. അതിനെ അമേരിക്ക തടസ്സമിട്ടു. അവസാനം സിംബോളിക് രീതിയിൽ മാത്രമാണ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിനെ അനുവദിച്ചത്. ഇതും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേലിന് അവരുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ പരമാധികാരത്തെ എന്തിന് അമേരിക്ക പിടിച്ചു വെച്ചു, ചോദ്യം ചെയ്തു? ഇത് ചോദിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഇത് അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇറാനെ തീർത്തേനെ. അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയും അവരുടെ വെപ്പൺ ഡിപ്പോയും അതിൻ്റെ പൊളിറ്റിക്കൽ സംഭവവും മിലിറ്ററി കേപ്പബിലിറ്റിയും നശിപ്പിച്ചേനെ. അതിനെ അമേരിക്ക എതിർത്തു. തുടർന്ന് അമേരിക്ക ഇറാനുമായിട്ട് ബാക്ക് ഡോർ ടോക്സ് നടത്തു. അത് കാരണം അവരുടെ ഡിപ്ലോമാറ്റിക് ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഈ സംഭവം ആലോചിച്ച് നോക്കണം. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ന്യൂയോർക്കിലാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാക്ക് ഡോർ ടോക്സ് അവർ തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിന് അവിടെ ഒരു ടോക്സ് നടക്കുന്നു? അതേപോലെ ഈ മറ്റുള്ള സുന്നി രാജ്യങ്ങളെ മാറ്റി നിർത്തി ഇറാനുമായിട്ട് ബൈലാറ്ററൽ ടോക്സ് ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ബാക്ക് ഡോർ ടോക്സിന് ശ്രമിക്കുന്നു. ഇവിടെയൊക്കെ ഇത് ചോദ്യങ്ങളാണ്. ഇത് നാളെ അമേരിക്കയുടെ സിൻസിയാരിറ്റിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇതിന് വൈഡായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. മറ്റുള്ള വിദേശ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും അമേരിക്കയുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ, കാരണം ഗാസയിലുള്ള അറ്റാക്ക്. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഈ ഹമാസ് തീവ്രവാദികൾ കയറി അറ്റാക്ക് ചെയ്തിട്ട് ഈ രാജ്യം അവർ കയറി അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ടോക്സ് നടക്കുന്നു, ട്രൂസ് ടോക്സ് നടക്കുന്നു, ഹോസ്റ്റേജസിൻ്റെ ഡീല് നടക്കുന്നു. പക്ഷേ ഇത്ര ദിവസത്തിനുള്ളിൽ പിന്മാറണം എന്ന് പറയുന്നത് വീണ്ടും അവിടെ 42 ദിവസം കഴിയുമ്പോൾ ഹമാസ് വീണ്ടും അവിടെ വരികയാണ്. ഇതിനെ അംഗീകരിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസുമായിട്ട് ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹമാസിനെ തീർത്തേ മതിയാകും. കാരണം അത് ഇസ്രായേലിൻ്റെ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. അവിടെ അമേരിക്ക വലിയൊരു ഗെയിം കളിച്ച് ഒരു ബിഗ് ബ്രദർ ആകാനും സപ്പോർട്ടീവ് പ്രൊട്ടക്ഷൻ രീതിയിൽ കൊണ്ടുവരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാകുക മാത്രമല്ല, ഇസ്രായേൽ കയറി അടിക്കും. ഈ റാഫ എന്ന് പറഞ്ഞാൽ അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ, കാരണം അവർക്ക് ഇസ്രായേലിൽ ഹമാസിനെ തീർത്തേ മതിയാകത്തുള്ളൂ, അതേപോലെ ഹിസ്ബുള്ളെ തീർത്തേ മതി. കാരണം അവരുടെ അല്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുകയില്ല. ഇപ്പോൾ അമേരിക്ക ഒരു ടോക്സിൻ്റെയും ട്രൂസിൻ്റെയും ഈ ഹമാസുമായിട്ട് സംസാരിക്കുന്നു, ഇറാനുമായിട്ട് സംസാരിക്കുന്നു, ഹിസ്ബുള്ളയുമായിട്ട് സംസാരിക്കുന്നു, പല മീഡിയേറ്റേഴ്സിനെ വെച്ച്. അതിനെയും ഇസ്രായേൽ എതിർക്കുകയാണ്. ഇപ്പം ഇനി വരാനുള്ള ദിവസമാണ് അതിനിർണായകം എന്ന് പറയുന്നത്. ഇസ്രായേൽ റാഫ കയറി പിടിക്കുമ്പോൾ അമേരിക്കൻ ഡിപ്ലോമസിയും മറ്റും ഇസ്രായേലിനെ എതിർക്കുകയാണെങ്കിൽ, മറ്റൊരു അമേരിക്കയെ എതിർക്കുന്ന ഒരു സ്ട്രോങ് രാജ്യം ഇസ്രായേലായിട്ട് വരാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല.